എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 സ്കൂൾ ട്രാൻസ്ഫർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. ജൂൺ 15 വരെ അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം? സ്കൂൾ ടു സ്കൂൾ, കോഴ്സ് ടു കോഴ്സ്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കും ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ സാധിക്കുമെന്ന് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ഷോയിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 സ്കൂൾ ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജൂൺ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞതിന് മുമ്പ് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. സർക്കുലർ നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് സർക്കുലർ നോക്കിയിട്ടല്ല പറഞ്ഞത്. കാരണം നമ്മൾ സർക്കുലർ ഒരു 10-15 പേജോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നോക്കി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടൈം ഡിലേ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടക്കുക, ആർക്കൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സൊക്കെ മാറാൻ സാധിക്കുമെന്ന് നമ്മൾ അതിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തു പറയുന്നുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് വെച്ചാൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിൽ മെറിറ്റ് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനികൾക്ക് ഈ ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നത്. കോഴ്സ് മാറ്റം അനുവദിക്കുന്നതല്ല. കോഴ്സ് മാറ്റം ഇല്ല എന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് ഈ ട്രാൻസ്ഫർ അനുവദനീയമല്ല. അതായത് നിങ്ങൾ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കൊമേഴ്സിലേക്കും സയൻസിലേക്കും ഒന്നും അത് കോഴ്സ് മാറാൻ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ നിങ്ങളെ സഹായിക്കുന്നതല്ല. പിന്നെ സ്കൂള് നിങ്ങൾക്ക് മാറാം. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ അതേ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ സാധിക്കും. അതേ കോമ്പിനേഷനും അവിടെ ഉണ്ടായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ജിയോളജി എന്ന കോമ്പിനേഷൻ ആണെങ്കിൽ അതേ ജിയോളജിയുള്ള ഹ്യൂമാനിറ്റീസ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് മാറാം. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥി തൻ്റെ കോമ്പിനേഷൻ വിഷയം ജിയോളജിയാണ് എടുത്തതെങ്കിൽ ആ വിദ്യാർത്ഥിയിലേക്ക് മറ്റൊരു സ്കൂളിൽ ജിയോളജി ഉണ്ട് എങ്കിൽ, ആ വിദ്യാർത്ഥി എടുത്ത അതേ കോമ്പിനേഷൻ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറാം. പക്ഷേ മറ്റൊരു സ്കൂളിൽ ജിയോളജിക്ക് പകരം കോമ്പിനേഷൻ സോഷ്യോളജിയോ ജോഗ്രഫിയോ ഒക്കെ ആണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ കോമ്പിനേഷൻ തന്നെ കോമ്പിനേഷനോട് കൂടിയുള്ള മാറ്റമാണിത്. അതായത് നിങ്ങൾക്ക് സ്കൂൾ മാറാം. അതായത് നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത്, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, GHSS തായന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് അവിടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജിയോളജിയാണ്. ആ വിദ്യാർത്ഥിക്ക് ഡോക്ടർ അംബേദ്കർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടോത്തിലേക്ക് മാറാൻ സാധിക്കും. കാരണം ഈ തായന്നൂർ ഹ്യൂമാനിറ്റീസിന് ജിയോളജിയുടെ കോമ്പിനേഷനാണുള്ളത്. തായന്നൂർ ഹ്യൂമാനിറ്റീസിൽ ജിയോളജിയുടെ കോമ്പിനേഷൻ ഉള്ളപ്പം അതേ കോമ്പിനേഷനാണ് കോടോത്തെ ഹ്യൂമാനിറ്റീസിന് ഉള്ളത്. കോടോത്തും ഹ്യൂമാനിറ്റീസിൻ്റെ കോമ്പിനേഷൻ എന്നുള്ളത് ജിയോളജിയാണ്. അപ്പം ഈ രണ്ടും ഗവൺമെൻറ് സ്കൂളാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ കോടോത്തുനിന്ന് തായന്നൂരത്തേക്കും വരാം, തായന്നൂരിൽ നിന്ന് കോടോത്തേക്കും പോകാം. കാരണം ഹ്യൂമാനിറ്റീസിനുള്ള സെയിം കോമ്പിനേഷൻ ആണ്. അതിപ്പോൾ തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായന്നൂരിന് ഹ്യൂമാനിറ്റീസിന് ജിയോളജി കോമ്പിനേഷനാണ് ഉള്ളതെങ്കിൽ, അതേപോലെ തന്നെയാണ് ഡോക്ടർ അംബേദ്കർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ജിയോളജിക്ക്
ഹ്യൂമാനിറ്റീസിന് ജിയോളജി കോമ്പിനേഷനാണുള്ളത്. നിങ്ങളുടെ കോമ്പിനേഷൻ നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല. നിങ്ങൾ പഠിക്കുന്ന അതേ കോമ്പിനേഷനുള്ള സ്കൂളുകളിലേക്ക് മാത്രമേ നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളമാണ് എടുത്തതെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ മലയാളം ഉണ്ടായിരിക്കണം. ഈ കോമ്പിനേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കണം. അതിന് പുറമെ നിങ്ങൾ മലയാളമാണ് എടുത്തതെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആ മലയാളം ഉണ്ടായിരിക്കണം. മലയാളത്തിന് വേക്കൻസി അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദനീയമുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കുക. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക? ഇതിനായി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ കയ്യിലാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ ജിയോളജി കോമ്പിനേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായ്ന്നൂരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോടോത്തെ പ്രിൻസിപ്പാളുടെ കയ്യിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തിട്ട് പറയണം, ഞാൻ ഇവിടെ ഹ്യൂമാനിറ്റീസിൽ ജിയോളജി കോമ്പിനേഷൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഇതേ ഹ്യൂമാനിറ്റീസ് തായ്ന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായ്ന്നൂരിലും ഉണ്ട്. അവിടെയും ജിയോളജി തന്നെയാണ് കോമ്പിനേഷൻ. അവിടെ മലയാളത്തിനും വേക്കൻസി ഉണ്ട്. ഞാനിവിടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്, അവിടെ എനിക്ക് മലയാളത്തിന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രിൻസിപ്പാളുടെ കയ്യിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ശേഷം എന്ത് ചെയ്യണം? നിങ്ങളെ ട്രാൻസ്ഫർ അനുവദിക്കുന്നതിന്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിച്ച് തരുന്നതിന് പ്രിൻസിപ്പാൾക്ക് വിരോധമില്ല, അത് പിന്നെ പ്രിൻസിപ്പാൾക്ക് പ്രശ്നമില്ല എന്ന് ആവശ്യപ്പെട്ട ഒരു NOC സർട്ടിഫിക്കറ്റും നിങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതിന് എന്തില്ല, പ്രിൻസിപ്പാൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ആവശ്യപ്പെട്ടുള്ള NOC സർട്ടിഫിക്കറ്റും പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് തരണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിച്ച് തരിക. ഇത്രയും കാര്യങ്ങൾ ഉറപ്പാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഷുവറാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് പ്രവേശനം അനുവദിച്ച് നൽകും. എന്തായാലും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ജൂൺ 15 വരെ വിദ്യാർത്ഥിനികൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ, മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.